സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാലേ നമ്മളെ പുതിയ സെറ്റുകളൊക്കെ ചേർത്ത് ബ്രീഡിംഗ് സെറ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കൂട്ടുകാരെ നമ്മൾ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, വീഡിയോസൊക്കെ ചെയ്യാത്ത എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ പുതിയ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് തിരക്കും കാര്യങ്ങളുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ വീഡിയോസും ചെയ്യാണ്ടിരുന്നത്. പിന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മൾ പുതിയ സെറ്റാണ്. ഇതിലത്തെ ഫീമെയിൽ നമ്മളെ രമേശ് മുഖത്തിൻ്റെ ലൈൻ ബാഡാണ്. അതുപോലെ ഇതിലത്തെ ഫീമെയിലും നമ്മളെ നാഗർകോവിൽ ലൈൻ തന്നെയാണ്. രമേശ്വരമത്തിൻ്റെ പ്രാവിൻ്റെ കുഞ്ഞനാണ്. അപ്പോൾ ഇനി നമ്മൾ നല്ല നല്ല കുറച്ച് സെറ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. ഇത് നമ്മളായിട്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കളും ഇനി നമ്മൾ സഹകരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നല്ല നല്ല കുറച്ച് സെറ്റുകൾ ഇപ്രാവശ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മളെ കണ്ണൂർ ലൈനാണ്. നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞന്മാരൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞന്മാരാണ്. അത്യാവശ്യമൊക്കെ പറന്ന് ഒരു ബേഡ് തന്നെയാണ്. ഇതിൻ്റെ കുഞ്ഞന്മാർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള പ്രാവുകളൊക്കെ നമ്മുടെ സൽമാൻ നമ്മളെ കൂട്ടുകാരൻ്റെ പ്രാവുകളാണ്. അപ്പോൾ ആ പ്രാവുകളാണ് ബ്രീഡിങ് സെറ്റൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇപ്പോൾ നമ്മളിൽ ബ്രീഡിങ് സെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണേ. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ നാഗർകോവിൽ ലൈനാണ്. ഇതിലത്തെ മെയിൽ നമ്മളെ കണ്ണൂർ സെറ്റ് തന്നെയാണ്. ഫീമെയിൽ നാഗർകോവിൽ ലൈൻ അൺലിമിറ്റഡിൽ പെട്ടൊരു സെറ്റാണ് ഫീമെയിൽ. അപ്പോൾ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓരോ സെറ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ രേഖപ്പെടുത്തുക. ഈ സെറ്റ് വന്നിട്ട് നമ്മളെ കടപ്പ രാജേട്ടൻ്റെ നാഗർകോവിൽ ലൈനിൻ്റെ കടപ്പ രാജേട്ടൻ്റെ സെറ്റാണ്. മെയിൻ ബേഡിൻ്റെ കുഞ്ഞന്മാരാണ്. അടിക്കറുപ്പിൽ വരുന്ന സെറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രാവാണ്. നല്ല റിസൾട്ടുള്ള പ്രാവ് തന്നെയാണ്. നല്ല സൂർമൈനയിൽ ഇറങ്ങുന്ന പ്രാക്കളാണ്. നാഗർകോവിൽ ലൈനേജാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓരോ സെറ്റിനെ കുറിച്ചിട്ടും. നമ്മളെ കയ്യിലിപ്പോൾ നിലവിലുള്ള പ്രാവുകളിലൊക്കെ നമ്മൾ തീറ്റയ്ക്ക് ഇറക്കിയപ്പോൾ ഒന്ന് എടുത്തതാണ്. കൂട്ടുകാർ നമ്മളെ കയ്യിലത്തെ അത്യാവശ്യം പ്രാവുകളുണ്ട്. ഏകദേശം 10-100ഓളം പ്രാവ് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ തീറ്റയ്ക്ക് ഇറക്കിയപ്പോൾ വീഡിയോസ് എടുത്ത് അത് കൂട്ടുകാർക്ക് ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈൻ പ്രാവാണ്. ഇത് നമ്മളെ കടപ്പ രാജേട്ടൻ്റെ ഉണ്ട്. അതുപോലെ സെൽവരാജിൻ്റെ പ്രാവുണ്ട്. അതുപോലെ നമ്മൾ ചേളാരിൽ നിന്നൊക്കെ എടുത്ത കുറച്ച് നല്ല നല്ല ബേഡുണ്ട്. ഇത് നമ്മൾ കൂട്ടുകാരൻ്റെ നല്ല റിസൾട്ടായിട്ടുള്ളൊരു പ്രാവാണ്. ഈ മെയിലിട്ട ഈ പുള്ളി കുഞ്ഞന്മാരൊക്കെ പക്ക റിസൾട്ടഡാണ്. അതുപോലെ തന്നെ സുർമേന ലൈനുകൾ കുറച്ചുണ്ട്. നമ്മളെ കോയമ്പത്തൂരുള്ള അമൽരാജിൻ്റെ സെറ്റ് നമ്മളൊരു സെറ്റുണ്ട്. നല്ല നല്ല മൈനകൾ സുർമൈന ഒക്കെ ആയിട്ട്. ഇതിലത്തെ മെയിൽ നമ്മളെ നാഗർകോവിൽ ലൈനാട്ടാ. ബ്ലാക്കിൽ വന്നിട്ടുള്ളത് നമ്മളെ രമേശ് അറമുഖത്തിൻ്റെ പ്രാവിൻ്റെ കുഞ്ഞനാണ്. നമ്മളെടുത്തതാണ് നമ്മളെ കയ്യിൽ. ഫീമെയിൽ വന്നിട്ട് നമ്മളെ ചേളാരിലത്തെ ഒരു സെറ്റിൻ്റെ കുഞ്ഞനാണ്. അപ്പോൾ നമ്മളന്ന് പുതിയതായിട്ട് സെറ്റ് കയറ്റിയാണ് റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് സെറ്റ് കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓരോ സെറ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും. എന്താണ് സെറ്റിൻ്റെ പാട്, ആ സെറ്റിൽ പ്രാവ് ചേരുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും. അതുപോലെ ഇത് നമ്മളെ കൂട്ടുകാരൻ്റെ പ്രാവിൻ്റെ കുട്ടിയാണ്. സൽമാൻ്റെ പ്രാവിൻ്റെ കുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൽ തള്ളപ്രാവുകൾ വരുന്നത് ഒരു വെള്ളയിൽ ഒരെണ്ണം ചെറിയൊരു ഡോട്ടായിട്ടുള്ള പ്രാവാണ്. ഇതിൽ ഇറങ്ങി നോക്കുമ്പോൾ പക്ക സുർമൈനയിലാണ് പ്രാവ് വന്നുള്ളത്. ഫീമെയിലാണ് സുർമൈന. മറ്റേത് വെള്ളമാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ കറുപ്പ് കയറിയിട്ടുള്ള പ്രാവാട്ടാണ്. ആളെ കയ്യിൽ അത്യാവശ്യം പറന്ന പ്രാവുകളാണ്. അതുപോലെ ഇതും നല്ല പ്രാവിൻ്റെ കുഞ്ഞനാണ്. ഫീമെയിൽ നമ്മളെ വീട്ടിലുണ്ടായി നമ്മൾ സെറ്റ് കയറ്റിയതാണ്. മെയിൽ നമ്മളെ സുഹൃത്തിൻ്റെ പ്രാവാണ്. അതൊക്കെ പക്കാര് വീട്ടിൽ പറന്ന പ്രാക്കളാട്ടോ. ആളെ കയ്യിൽ നല്ല റിസൾട്ടായിട്ടുള്ള പ്രാവുകളാണ്. അപ്പോൾ നമ്മളിൽ വരുന്ന ഓരോ സെറ്റുകളും ഇട്ടത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റുകളൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സെറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും. നിങ്ങളെന്താണ് അത്യാവശ്യം പ്രാവിനൊക്കെ വളർത്തിയ നല്ല പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിലുണ്ട്. അപ്പോൾ ഓരോ സെറ്റിലും പ്രാവ് ചേരുമോ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി. ഇത് നമ്മൾ ചേളാരിൽ നിന്ന് എടുത്ത 2 സെറ്റ് ചേളാരിൽ നിന്ന് എടുത്തിരുന്നു നമ്മൾ. അപ്പോൾ അതിൽ പെട്ട ഒരു സെറ്റ് സുർമൈന ഏകദേശം 13.5 പറന്ന പ്രാവിൻ്റെ 2 കുഞ്ഞന്മാരാണ്. ഇവരിപ്പോൾ നമ്മൾ പുതിയ സെറ്റ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സുർമയിലാണ് പ്രാവ് ഇറങ്ങിയിട്ടുള്ള കൂടിയിട്ട് ശരിക്ക് സബ്ജാണ് സാധനം. സബ്ജ ലൈനിൽ ഇറങ്ങിയ പ്രാക്കളാണ്. അപ്പോൾ പക്കായിട്ട് എന്താണ് ഇതിൽ വർഗ്ഗം വരുന്നത് ശരിക്കും സബ്ജയിലാണെങ്കിലും കൂടിയിട്ട് അതിലിറങ്ങിയ 2 കുഞ്ഞന്മാരാണിത്. കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും 2 സുർമയിലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൂടിയിട്ട് പ്രാക്കൾ ശരിക്കും സബ്ജ ലൈനാണ്. നല്ല റിസൾട്ട് ഉള്ള പ്രാവിൻ്റെ കുഞ്ഞന്മാർ തന്നെയാണ്. ഇവരെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞന്മാരെടുത്തിട്ട് നമുക്ക് പറപ്പിച്ച് കഴിഞ്ഞാൽ അവരെ റിസൾട്ടൊക്കെ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് പക്ക റിസൾട്ടുള്ളതാണ്. മെയിൽ ഏകദേശം 17 മണിക്കൂറും ഫീമെയിൽ 14 ജില്ലാനും പറന്ന പ്രാവിൻ്റെ കുഞ്ഞന്മാരാണ്.
അപ്പോൾ അവർ നമ്മൾ ഇപ്രാവശ്യം സെറ്റ് കയറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കുഞ്ഞന്മാരൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ കുഞ്ഞന്മാരെ പറവയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളെ വീഡിയോസൊക്കെ ഇനി കണ്ടന്റ് ആയിട്ട് കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളെ സുഹൃത്തിൻ്റെ പ്രാവട്ട, സൽമാൻ്റെ പ്രാവാണ്. മെയിൻ ബേഡാണ്, മൈനയാണ്. പിന്നെ ഫീമെയിലും ഇതേതിലുള്ള മൈന തന്നെയാണ്. പക്ഷെ കുഞ്ഞന്മാരൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 2 കുഞ്ഞന്മാരെ കിട്ടിയ 2 സബ്ജയിലാണ് കുഞ്ഞന്മാർ വന്നത്. അപ്പോൾ നമ്മൾ ഫുൾ സബ്ജയായിട്ടാണ് നമുക്ക് കുഞ്ഞന്മാരെ കിട്ടിയത്. അതേ രീതിയിൽ മൈന നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഒരിക്കലും കുഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചേർത്തിട്ടുള്ളതാണ്. നല്ല റിസൾട്ടുള്ള പേടാട്ടാ, രക്ഷയില്ലാത്ത പേടാണ്, നമ്മുടെ കൂട്ടുകാരൻ്റെ പേടാണ്. അതുപോലെ തന്നെ ഇതിലത്തെ ഫീമെയിൽ നമ്മളെ നാഗർകോവിലാണ് കേട്ടോ. ഫീമെയിൽ ഇതിൻ്റെ തള്ളപ്പുറം നമ്മളിരുന്ന് ചത്ത് ചെറിയൊരു അസുഖം വന്നിട്ട് കുറച്ച് മുന്നേ ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇത് ഫീമെയിൽ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ അതിൽ നമുക്ക് ആകെ കിട്ടിയൊരു ഫീമെയിലാണ്. അപ്പോൾ അതിനെ നമ്മൾ സെറ്റ് ചേർത്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കാൻ വെച്ചിട്ട് സെറ്റ് ചേർത്തുള്ളതാണ്. പിന്നെ ഇതും സബ്ജ ലൈനാട്ടോ. ഇത് നമ്മളെ ഇതിലത്തെ മെയില് ഇതുപോലെ സബ്ജ ലൈനാണ്. മറ്റേത് നമ്മളെ കൂട്ടുകാരൻ്റെ പ്രാവാണ്, സൽമാൻ്റെ പ്രാവാണ്. അപ്പോൾ രണ്ടും നല്ല സബ്ജ ലൈൻ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചേർത്തിട്ടുള്ളത്. നല്ല കുഴപ്പമില്ലാത്ത ആക്റ്റീവ് പ്രാവാണ്. ഫീമെയിലാണെങ്കിലും നല്ല ആക്റ്റീവാണ്. മെയിലിൽ ശരിക്കും പച്ചക്കണ്ണിലാണ് മെയിൽ ഇറങ്ങിയിട്ടുള്ളത്. നല്ല ആക്റ്റീവായിട്ടുള്ള മെയിലാണ്. എന്തായാലും സെറ്റ് കയറ്റി കുഞ്ഞന്മാരൊക്കെ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുക. ഇനിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്.